ഗുഡ് മോർണിംഗ് വെസ്റ്റീജിയൻസ്. നമ്മൾ വെസ്റ്റേജിൻ്റെ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്, ഏതെല്ലാം കൃഷി രീതികൾ നമുക്കിത് ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിശദമായിരിക്കുന്ന പഠനമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ധാരാളം വീഡിയോസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് ഇതിനകത്ത് കിട്ടും. വ്യത്യസ്തമായിരിക്കുന്ന കൃഷി രീതികളെക്കുറിച്ചും വ്യത്യസ്തമായിരിക്കുന്ന കൃഷിയെക്കുറിച്ചൊക്കെ എങ്ങനെ ഉപയോഗിക്കാം, ഏത് രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഏലകൃഷി എങ്ങനെ ചെയ്യാം, ഏലകൃഷി ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത്. പ്രത്യേകിച്ച് ഇടുക്കി ഭാഗങ്ങളിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ ഏലം ഉൽപ്പാദിപ്പിക്കുന്നതും ഏറ്റവും നല്ല ഏലം ഉൽപ്പാദിപ്പിക്കുന്നതൊക്കെ ഇടുക്കി ഭാഗങ്ങളിലാണ്. അപ്പോൾ എല്ലാവർക്കും അതൊരു പ്രയോജനമായിരിക്കും. നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച്, അഗ്രി പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് നമുക്ക് നല്ല വിളവുണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനലിൽ വരുന്നതെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇനി നമുക്ക് കൃഷിയിൽ നമുക്ക് പോകാം. എങ്ങനെയാണ് നമുക്ക് കൃഷി ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പം ഏലകൃഷിയിൽ നമ്മൾ തൈ നടുന്ന സമയത്ത് നമ്മൾ 1 ഏക്കറിലേക്ക് എന്ന രീതിയിലാണ്, ആ ഒരു തോതിലാണ് നമ്മൾ ഇതിൻ്റെ അളവ് പറയുന്നത്. അഗ്രി ഹുമിക് ഗ്രാനുവൽസ് 10 കിലോയും അഗ്രി പ്രോട്ടക്ക് 500 ഗ്രാമും അഗ്രി 82 40 മില്ലിയും ഈ പ്രൊഡക്റ്റുകളുടെ പേരാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് വിശദമായിരിക്കുന്ന മറ്റ് വീഡിയോസ് ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ പ്രൊഡക്റ്റുകൾ എന്താണ് എന്ന് നമ്മളിവിടെ പറയുന്നില്ല. പ്രൊഡക്റ്റിൻ്റെ പേര് മാത്രമാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ റേഷ്യോയുമാണ് ഉപയോഗിക്കുന്നത്. അപ്പം അഗ്രി ഹുമിക് ഗ്രാനുവൽസും ഉണ്ട്, ലിക്വിഡും ഉണ്ട്. ഇതിനകത്ത് ഗ്രാനുവൽസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 10 കിലോയും അഗ്രി പ്രോട്ടക്ക് 500 ഗ്രാമും അഗ്രി 82 40 മില്ലിയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നടാൻ കുഴിയെടുക്കുന്ന ആ കുഴിയിൽ ഇട്ട് കൊടുക്കുക. അതായത് ഒരു ചെടിക്ക് 10 കിലോ എന്നുള്ള അർത്ഥത്തിലല്ല അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. 1 ഏക്കറിൽ നമ്മൾ സാമാന്യമായിട്ട് എത്ര ചെടികളാണ് നടുന്നത് അതിനെല്ലാം കൂടി ഇത് മതിയാവും. അപ്പോൾ അതിന് ആനുപാതികമായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇത് മിക്സ് ചെയ്തത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മറ്റ് ജൈവ വളങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ജൈവ വളത്തോടു കൂടി മിക്സ് ചെയ്യാൻ പറ്റും. ആ വളം ഉപയോഗിച്ചാൽ മതിയാകും. ഇനി ഇല വിരിഞ്ഞതിന് ശേഷം, അതായത് ഇലയൊക്കെ വിരിഞ്ഞതിന് ശേഷം ഇനി അതിൻ്റെ ചുവട്ടിൽ നിന്ന് പുതിയ കണകൾ, അതിൻ്റെ ചൂട് വർദ്ധിച്ചു വരാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അഗ്രി ഹുമിക് ഗ്രാനുവൽസ് തന്നെ ഒരു 10 കിലോയും അഗ്രി 82 40 ml കൂടി മിക്സ് ചെയ്തിട്ട് 1 ഏക്കറിലേക്ക് വളങ്ങൾ കൊടുക്കുന്ന കൂട്ടത്തിൽ വളത്തോടു കൂടി മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതല്ല എങ്കിൽ അഗ്രി ഹുമിക് 50 മില്ലിയും അഗ്രി 82 5 മില്ലിയും 15 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ 15 ലിറ്റർ വെള്ളത്തിലേക്ക് എന്ന തോതിൽ 50 മില്ലി അഗ്രി ഹുമിക്കും 5 മില്ലി അഗ്രി 82 കൂടി മിക്സ് ചെയ്യാം. 30 ലിറ്റർ വെള്ളമാണെങ്കിൽ ഇതിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുക. അങ്ങനെ ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. മറ്റേത് നമ്മൾ ചോട്ടിലിട്ട് കൊടുക്കുന്നത്, ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിനുശേഷം നമ്മൾ അഗ്രി പ്രോട്ടക്ക് 500 ഗ്രാം 500 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഇലകളിലും തണ്ടിലും സ്പ്രേ ചെയ്ത് കൊടുക്കണം. വർഷത്തിൽ 3 തവണയെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇത് സെയിം സിസ്റ്റത്തിലൂടെ നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇത് പ്രോട്ടക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ ആ രോഗത്തെ ചെറുത്ത് നിൽക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആ പ്രോട്ടക്ക് നമ്മൾ ഇതേപോലെ വർഷത്തിൽ 2, 3, 4 പ്രാവശ്യമൊക്കെ കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ രോഗങ്ങളിൽ നിന്ന് നമുക്ക് ചെടികളെ ചെറുത്ത് നിൽക്കാനുള്ള ആരോഗ്യം കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ കായ്കൾ ഉണ്ടായതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇലകളിൽ തളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അഗ്രി മോസ്
20 മില്ലിയും അഗ്രി 82 5 മില്ലിയും 15 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കായകൾ കൂടുതൽ ലഭിക്കുകയും കായകളുടെ ഉള്ളിലുള്ള കാമ്പുകൾ നന്നായിരിക്കും, അതിൻ്റെ ഘനം നന്നായിരിക്കും, അതിൻ്റെ നല്ല ക്വാളിറ്റി ഏലക്ക നമുക്ക് ലഭ്യമാവും. അത് നന്നായിട്ട് ചൂടൊക്കെ വികസിച്ച് നല്ല പുതിയ കണങ്ങളൊക്കെ പൊട്ടി ഉണ്ടായി പുതിയ കായുണ്ടാകുന്ന പൂക്കൾ ഒക്കെ ഉണ്ടായി നല്ല വർദ്ധിച്ച ഒരു വിളവ് നമുക്കിതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഈ വളങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഈ അഗ്രി പ്രൊഡക്ട്സ്, വെസ്റ്റീജിൻ്റെ അഗ്രി പ്രൊഡക്ട്സുകൾ നിങ്ങൾ ഇതുപോലെ ഇതേ അനുപാതത്തിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വർഷവും നല്ല ആരോഗ്യമുള്ള ചെടി കിട്ടുകയും അതിൽ നിന്ന് നല്ല കായ്ഫലം കിട്ടുകയും ചെയ്യും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ജയ് വെസ്റ്റീജ്, വിഷ് യു വെൽത്ത്.